Today we'll be discussing the chapter A White Heron by Sarah Orne Jewett. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള എ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് ദി ഓഥർ. തിയോഡോറ സാര ഓർനെ ജിവറ്റ്. സോ സാര എന്ന് പറയുന്നത് എന്താ, ഒരു അമേരിക്കൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് പോയറ്റ്. അപ്പോൾ പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ഒരു അമേരിക്കൻ നാഷണാലിറ്റിയാണ്. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് ലോക്കൽ കളർ ആൻഡ് റീജിയണലിസം. സോ സാറയുടെ വർക്ക്സിൽ കൂടുതൽ എന്താണ്, റീജിയണലിസത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ലോക്കലായിട്ട്. അതായത് തൻ്റെ എന്താണ് ആ കൾച്ചർ, അല്ലെങ്കിൽ താൻ നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ റീജിയനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കൾച്ചർ, അല്ലെങ്കിൽ തൻ്റെ റീജിയൻ എന്താണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് സാറയുടെ വർക്ക്സൊക്കെ എഴുതിയിട്ടുള്ളത്. റുമറ്റോയിഡ് ഇൻ ചൈൽഡ്ഹുഡ്. അപ്പോൾ ചൈൽഡ്ഹുഡ്, അതായത് കുട്ടിയായിരിക്കുന്ന സമയത്ത് റുമറ്റോയിഡ് എന്നുള്ളൊരു അസുഖം വരികയും പിന്നെ സാറയുടെ ഫാദർ ഒരു ഫിസീഷ്യനാണ്. സോ ഫാദർ റെക്കമെൻഡ് ചെയ്യാണ് ഒരുപാട് നടക്കണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് സാറ തൻ്റെ മെയിൻ എന്ന് പറയുന്നത് അവരുടെ വില്ലേജ്, അല്ലെങ്കിൽ അവരുടെ പ്ലേസാണ്. സോ അവിടുത്തെ നേച്ചറിലോട്ട്, അങ്ങനെ ആ കൺട്രി സൈഡിലോട്ടൊക്കെ അങ്ങനെ നടന്നിട്ടാണ് നേച്ചറിനോട്ട് ഭയങ്കരമായിട്ടൊരു ബോണ്ട് സാറയ്ക്ക് വരികയാണ്. സോ ഈ ഒരു ബോണ്ടാണ് പിന്നീട് സാറയുടെ എല്ലാ വർക്ക്സിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സാറയുടെ വർക്ക്സ് എല്ലാം ട്രീസ്, ബേർഡ്സ്, ആനിമൽസ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഹ്യൂമൻ ആനിമൽസിന് ഹ്യൂമൻ ക്യാരക്ടേഴ്സ്, നമ്മൾ കാർട്ടൂൺസൊക്കെ കാണുന്ന പോലെ. സോ ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിംബൽസൊക്കെ നമുക്ക് സാറയുടെ വർക്ക്സിൽ കാണാൻ കഴിയും. സോ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആൻഡ് സ്കെച്ചസ്. ഇപ്പോൾ ഈ പറയുന്നതൊക്കെ സാറയുടെ കുറച്ച് കളക്ഷൻസ് ഓഫ് വർക്കാണ്. ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ, കൺട്രി ബൈ വേസ്, വൈറ്റ് ഹെറോൺ ആൻഡ് അതർ സ്റ്റോറീസ്, എ നേറ്റീവ് ഓഫ് വിൻബൈ ആൻഡ് അതർ ടെയിൽസ്. അപ്പോൾ എ വൈറ്റ് ഹെറോൺ ആൻഡ് അതർ സ്റ്റോറീസ്, ഈ കളക്ഷനിലാണ് നമുക്ക് പഠിക്കാനുള്ള എ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഷി ഹാസ് റോട്ട് മെനി അതർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ടു. അപ്പോൾ ഒരുപാട് ചിൽഡ്രൻസ് ലിറ്ററേച്ചറും ആരും എഴുതിയിട്ടുണ്ട്, സാറ എഴുതിയിട്ടുണ്ട്. സോ ഷി വാസ് വൺ ഓഫ് ദി പ്രൊമിനൻറ്റ് റൈറ്റേഴ്സ് ഇൻ ഹെർ ടൈംസ്. സാറയുടെ കണ്ടംപററി റൈറ്റേഴ്സ്, അല്ലെങ്കിൽ സാറയുടെ ആ ഒരു ടൈം പീരീഡിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു സാര. സോ ഫസ്റ്റ് വുമൺ ടു റിസീവ് എൻ ഹോണററി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ഡിഗ്രി ഫ്രം ബോവറ്റൈൻ കോളേജ് ഇൻ 1901. സാര ഷി ഇസ് ദ ഫസ്റ്റ് വുമൺ ടു ഗെറ്റ് സച്ച് ആൻ ഹോണറി ഡിഗ്രി. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിഗർ കൂടിയാണ്. ആൻഡ് ടു ടോക്ക് അബൌട്ട് വൈറ്റ് ഹെറോൺ. അപ്പോൾ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പാടത്തൊക്കെ കാണുന്ന കൊറ്റി അല്ലെങ്കിൽ കൊക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു നീണ്ട കാലുകളുള്ള വെളുത്ത നിറത്തിൽ കാണുന്നതിനാണ് പറയുന്നത് വൈറ്റ് ഹെറോൺ എന്ന് പറയുന്നത്. സോ ഈ വൈറ്റ് ഹെറോണിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന തീം ഏതാണ്? റീജിയണലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജിയൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലേസ്, നമ്മുടെ നാട് എന്നൊക്കെ പറയില്ലേ, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മുടെ റീജിയൻ നമ്മളെ വർക്ക്സിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് റീജിയണലിസം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്കോ ക്രിറ്റിക്കൽ റൈറ്റിംഗ്. നമ്മൾ വന്ദന ശിവയുടെ ചാപ്റ്റർ പറഞ്ഞത് എന്താണ് എക്കോ ക്രിറ്റിസിസം, അല്ലെങ്കിൽ എന്താണ് എക്കോ ക്രിറ്റിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ റൈറ്റിങ്സിൽ, അല്ലെങ്കിൽ നമ്മളെ വർക്ക്സിൽ എക്കോ, അല്ലെങ്കിൽ എക്കോ സിസ്റ്റം, എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതുന്ന വർക്ക്സൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? എക്കോ ക്രിറ്റിക്കലായിട്ട് വരും. ഇപ്പോൾ ഹാസ് ദ നെയിം സജസ്റ്റ് വൈറ്റ് ഹെറോൺ ഒരു അനിമലാണ്. സോ അനിമലിനെ കുറിച്ച് റീജിയണലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഇതിനൊക്കെ എതിരെയുള്ള ഒരു മെസ്സേജ് കൂടി വരുന്നൊക്കെ ഒരു റൈറ്റിങ്സിനെയാണ് പറയുന്നത് എക്കോ ക്രിറ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്ക് നമുക്ക് ഒരു എക്കോ ക്രിറ്റിക്കൽ റീഡിംഗ് ആയിട്ടും കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ പോസ്റ്റ് സിവിൽ ജോണർ ഓഫ് ലിറ്ററേച്ചർ വിച്ച് സെലിബ്രേറ്റ്സ് ദ യുണീക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ലോക്കൽ കൾച്ചർ ഓഫ് സ്പെസിഫിക് റീജിയൻസ് ഓഫ് അമേരിക്ക. സോ ഈ റീജിയണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഈ അമേരിക്കൻ സിവിൽ വാർസിനൊക്കെ ശേഷമാണ് നമ്മുടെ രാജ്യത്തിനോട്, അല്ലെങ്കിൽ നമ്മുടെ റീജിയനിലോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു, ഇങ്ങനെയുള്ള പിന്നെ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ആസ് എ പോസ്റ്റ് സിവിൽ വാർ എന്നായിട്ടാണ് ഈ ഒരു ജോണൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഇവോൾവ് ചെയ്ത് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക്
വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി ഇതെന്താണ്, ഒരു എക്കോ ക്രിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റീജിയണലിസം പ്ലസ് എക്കോ ക്രിറ്റിക്കൽ ആയിട്ടുള്ളൊരു വർക്കാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സോ നമുക്ക് നമ്മുടെ ചാപ്റ്റർ നോക്കാം, എ വൈറ്റ് ഹെറോൺ. ഓക്കെ, the woods were already filled with shadows one June evening. Just before 8 o'clock, though a bright sunset still glimmered faintly among the trunks of the trees. A little girl was driving home her cow, a plodding, dilatory, provoking creature in her behavior, but a valued companion for all that. They were going away from the western lights and striking deep into the dark woods, but their feet were familiar with the path, and it was no matter whether their eyes could see it or not. സോ എന്താണ്, ഒരു ഈവനിങ് ആണ് നമുക്ക് എന്താണ് സീനായിട്ട് കാണുന്നത്. വുഡ്സ് വെയർ ഓൾറെഡി ഫിൽഡ് വിത്ത് ഷാഡോസ് വൺ ജൂൺ ഈവനിങ്. ഒരു ജൂൺ മന്തിൽ ഒരു ഈവനിങ്ങിൽ ഇതൊക്കെ ഷാഡോസൊക്കെ ഫില്ല് ചെയ്യുന്നത്, അതായത് എന്താണ് ഇരുട്ടാവുന്നത് അല്ലെങ്കിൽ ഡാർക്കായി തുടങ്ങുന്നത് ജസ്റ്റ് ബിഫോർ 8 o'clock. അപ്പോൾ 8 o'clock ആവുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട്, നമ്മുടെ ഇവിടെ 8 o'clock എന്ന് പറയുമ്പോൾ രാത്രി ആവുന്നുണ്ടെങ്കിലും അമേരിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് ഡിലേഡ് ആയിട്ടാണ് എന്ത് സൺസെറ്റ് വരാറ്. സോ അതാണ് ഈ പറയുന്നത് 8 o'clock. Though a bright sunset still glimmered faintly among the trunks of the trees. അപ്പോൾ ഒരു 8 o'clock ആവാറായിട്ടുണ്ടെങ്കിലും എന്താണ് സൺസെറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ് ലൈറ്റ്, ഗ്ലിമ്മേർഡ് എന്ന് വെച്ചാൽ ഫെയിൻ്റ് ആയിട്ട് വളരെ ചെറിയൊരു രീതിയിലേക്ക് എന്താണ് ട്രീസിൻ്റെ ട്രങ്ക്സിൻ്റെ ഇടയിൽ കൂടെ കാണാനുണ്ട്. A little girl was driving home her cow, a plodding, dilatory, provoking creature in her behavior. അപ്പോൾ എ ലിറ്റിൽ ഗേൾ വാസ് ഡ്രൈവിംഗ് ഹോം ഹെർ കൗ. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി എന്താണ് കൗവിനെ എന്താണ് തിരിച്ച് വീട്ടിലോട്ട്, നമ്മൾ എന്താണ് പശു അല്ലെങ്കിൽ മാടുകളൊക്കെ എന്താണ് മെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താണ് ഈവനിങ് സൺസെറ്റ് ആവുന്ന സമയത്താണെന്ത് അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും. ആ സെയിം സീനാണ്. പ്ലോഡിങ്, ഡയലേറ്ററി, പ്രൊവോക്കിംഗ് ക്രിയേച്ചർ. പ്ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താണ് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ മടിയുള്ള, ഡയലേറ്ററി എന്ന് പറയുമ്പോൾ ഫെയിൻ്റായിട്ട് വളരെ വീഗായിട്ടൊക്കെ നടക്കുന്ന ഒരു ക്രിയേച്ചറാണ് എന്ത് ഈ കൗ എന്ന് പറയുന്നത്. ബട്ട് എ വാല്യൂഡ് കമ്പാനിയൻ ഫോർ ഓൾ ദാറ്റ്. ബട്ട് വാല്യൂഡ് കമ്പാനിയൻ ആണ് ആർക്ക്, ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൗവിൻ്റെ ഓണർക്ക് എന്താണ് ഒരു വാല്യൂഡ് കമ്പാനിയൻ. വാല്യൂഡ് കമ്പാനിയൻ എന്ന് പറയുമ്പോൾ ഈ കൗ എന്താണ് അവർക്ക് അവരുടെ ആവശ്യാനുസരണം എന്താണ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഒരു വാല്യുബിൾ കമ്പാനിയൻ എന്ന് പറയുന്നത്. They were going away from the western light and striking deep into the dark woods, but their feet were familiar with the paths. അപ്പോൾ അവർ ആ വെസ്റ്റേൺ ലൈറ്റ്സ്, ആ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ഡാർക്ക് വുഡ്സിലോട്ടാണ് അവരെന്താണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദെയർ ഫീറ്റ്സ് വേ ഫെമിലിയർ എന്ന് വെച്ചാൽ എന്താ, അവർ ഡെയിലി പോകുന്ന റൂട്ടാണ്. അവർ കണ്ണടച്ച് നോ മാറ്റർ വെദർ ദ ഐസ് കുഡ് സീ ഇറ്റ് ഓർ നോട്ട്, അവർ കണ്ണ് കാണുന്നുണ്ടോ ഇല്ലയോ, ഇരുട്ടാകുന്നുണ്ട് ഡാർക്ക് വുഡ്സിലോട്ട് കാട്ടിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് ആണ് വരിക. അതൊന്നും എന്താണ് അവർക്ക് വിഷയമില്ല, കാരണം അവരെന്താണ് ഡെയിലി പോകുന്ന. There was hardly a night the summer through when the old cow could be found waiting at the pasture bars. On the contrary, it was her greatest pleasure to hide herself away from the high huckleberry bushes, and though she wore a loud bell, she had made the discovery that if one stood perfectly still, it would not ring. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് ആരെയാണ്, കൗവിനെയാണ് പറയുന്നത്. സോ there was hardly a night the summer through when the old cow could be found waiting at the pasture bars. അപ്പോൾ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുൽമേടുകൾ, പുല്ല് മാത്രം നിൽക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിനെയാണ് എന്ത് പറയുന്നത് പാസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ പാസ്റ്റേഴ്സിന് എന്തുണ്ടാവും, ബൗണ്ടറി ഉണ്ടാവും. അപ്പോൾ വേണ്ട ഗ്രാസൊക്കെ കഴിച്ച് എന്താണ് ഫില്ലായതിന് ശേഷം എന്താണ് ആ ബൗണ്ടറി അല്ലെങ്കിൽ ആ പാസ്റ്റേഴ്സിൻ്റെ ബൗണ്ടറിയിൽ വന്നിട്ട് എന്താണ് ഈ ഗേളിനെ കാത്തു നിൽക്കുന്ന ഒരു സ്വഭാവമല്ല ആർക്കുള്ളത്, കൗവിനുള്ളത്. കുഡ് ബി ഫൗണ്ട് വെയിറ്റിംഗ്. ഓൺ ദി കോൺട്രറി, മറിച്ച് എന്താണ് ഇറ്റ് വാസ് ഹെർ ഗ്രേറ്റസ്റ്റ് പ്ലഷർ ടു ഹൈഡ് ഹെർ സെൽഫ് അവേ ഫ്രം ദി ഹൈ ഹക്കിൾബറി ബുഷസ്. പകരം ഇങ്ങനെ എന്താണ് ഗേളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്, ഒരു ഹക്കിൾബറി ബുഷസിൻ്റെ ഒക്കെ ബാക്കിൽ പോയിട്ട് ഒളിച്ച് നിൽക്കാറാണ് ആര് ചെയ്യാറ്, ഈ കൗ ചെയ്യാറ്. ദോ ഷി വോർ എ ലൗഡ് ബെൽ ഷി ഹാഡ്. അപ്പോൾ എന്താണ് ഈ കൗവിൻ്റെ കഴുത്തിൽ എന്താണ് ഒരു ലൗഡ് ബെല്ലുണ്ട്, ഒരു ബെല്ല് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കൗ എന്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ അനങ്ങാതെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെല്ല് എന്താണ് റിങ് ആയില്ല അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കില്ല എന്നുള്ളത് ആര് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ കൗ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബുഷസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മറവിൽ എന്താണ് ഇങ്ങനെ സേഫായിട്ട് ഒളിച്ച് നിൽക്കാറുണ്ട്.
So Silva had to hunt for her until she found her and called Coco with never an answering moo until her childish patience was quite spent. അപ്പോൾ സിൽവിയാണ് അത് നമ്മുടെ ചെറിയ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ സിൽവിയ എന്താണ് ഈ എന്ത് ചെയ്യും, ഇങ്ങനെ ഒളിച്ച് നിൽക്കാന്ന് മനസ്സിലാവുമ്പോൾ ഈ കൗവിനെ എന്താണ് ഒരുപാട് നേരം ഇങ്ങനെ കോക്കോ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. പക്ഷെ മൂന്ന് എന്താണ് കൗ ഉണ്ടാക്കുന്ന സൗണ്ടാണ്, അത് വെച്ചിട്ടൊന്നും എന്താണ് റിപ്ലൈ തരാറില്ല. അപ്പോൾ എന്താണ് സിൽവയുടെ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഗെയിം, എന്തെങ്കിലും ഒരു കളി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അത് ഒരു കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അത് മടുക്കാറുണ്ട്. സെയിം വേ ഈ ഒരു എന്താണ് ഒളിച്ചു നിൽക്കുന്ന ഒരു കൗവിനെ എന്താണ് ഈ ഒരു കളി മടുക്കുന്നത് വരെ ആര് കണ്ടെത്താൻ നോക്കും? സിൽവിയ കണ്ടെത്താൻ നോക്കും. If the creature had not given good milk and plenty of it, the case would have seemed very different to her owners. അപ്പോൾ നമ്മളോട് റൈറ്റർ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ക്രിയേച്ചർ, ഇപ്പോൾ ഈ കൗ എന്താണ് ഇവർക്ക് വേണ്ടത്ര മിൽക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്ര സ്നേഹമോ ഇത്ര പേഷ്യൻസോ ഒന്നും ഉണ്ടാവാൻ എന്താണ് ചാൻസ് ഇല്ല. ഇവർക്ക് വേണ്ടത്ര മിൽക്കും ഇവർക്ക് വേണ്ടത്ര എന്താണ് ബെനിഫിറ്റ്സ് ഈ കൗവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നതുകൊണ്ടാണ് എന്താണ് ഈ കൗവിൻ്റെ ഇതുപോലത്തെ എന്താണ് കളി അല്ലെങ്കിൽ ഇതുപോലത്തെ ഹൈഡ് ആൻഡ് സിക്സ് ഒക്കെ ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? ഈ കൗവിൻ്റെ ഓണറിന് പറ്റുന്നത്, അതായത് ഈ കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. Besides, Sylvia had all the time there was and very little use to make of it. അപ്പോൾ ലൈക്ക് എന്താണ് ഒരുപാട് സമയം കിട്ടിയെങ്കിലും അതെന്താണ് വെരി ലിറ്റിൽ യൂസ് മേക്ക്, അതെന്താണ് കുറച്ച് സമയം അതെന്താണ് അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബിസൈഡ്സ് സിൽവിയ ഹാഡ് ഓൾ ദ ടൈം there was and very little to make of it. Sometimes in pleasant weather it was a consolation to look upon the cow's pranks as an intelligent attempt to play hide and seek. And as the child had no playmates, she lent herself to this amusement with a good deal of zest. അപ്പോൾ എന്താണ് ഇത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വെതറാണ്, ലൈക്ക് എന്താണ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വെതറൊന്നും അല്ലെങ്കിൽ എന്താണ് ഇതൊരു എന്താണ് ഒരു കൺസോലേഷൻ ആയത്. അതായത് ഈ സിൽവിയക്കും എന്താണ് ഈ കൗവിൻ്റെ ഈ ഒരു എന്താണ് പ്രാങ്ക്സ് ഇങ്ങനെയുള്ള പറ്റിക്കൽ എന്താണ് ഒരു ഹൈഡ് ആൻഡ് സിക്ക് കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ സിൽവിയയ്ക്കും അതുകൊണ്ട് തന്നെ ഈ സിൽവിയയ്ക്ക് വേറെ കളിക്കാനൊന്നും കമ്പാനിയൻസ് ഇല്ലാത്തത് കൊണ്ടും ഇതെന്തായിട്ടാണ് തോന്നിയിരുന്നത്, ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. സിൽവിയ എന്താണ് ഒരു പ്ലേമേറ്റ് ആയിട്ട് ഒരു കളിക്കൂട്ടുകാരിയായിട്ട് ആരെ കൺസിഡർ ചെയ്യാണ്? കൗവിനെ കൺസിഡർ ചെയ്യുന്നത്. എ ഗുഡ് ഡീൽ ഓഫ് സെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൂസിയാസാണ്. എന്താ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം? വെതർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഡേയിൻ്റെ പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈം, ആ ഒരു ടൈം ഒരു ഷോർട്ട് സ്പാനിൽ നമ്മൾ ആ ഒരു വെതർ പറയുന്നതിനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ പറയുന്നതാണ് വെതർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡേയ്സിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇന്നെന്താണ് 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്താണ് വെതറാണ്. ഇപ്പോൾ നമ്മൾ റെയിനി സീസൺ ആണെന്ന് പറയുന്നത് എന്താണ് ക്ലൈമറ്റാണ്. So I hope you got the difference. Okay, though this chase had been so long that the very animal herself had given an unusual signal of her whereabouts. Sylvia had only laughed when she came upon Mistress Molly at the swamp side and urged her affectionately homeward with a twig of birch leaf. സോ എന്താണ് ഒരുപാട് നേരം എന്താണ് ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് നേരം ഈ കൗവിനെ വേണ്ടിയിട്ട് എന്താണ് സെർച്ച് നടത്തിയിട്ട് എന്താണ് പിന്നെ എന്താണ് മിസ്ട്രസ് മൂളി എന്നാണ് ആർക്ക് പേര് കൊടുത്തിട്ടുള്ളത്? കൗവിന് ആര് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സിൽവിയ കൊടുത്തിട്ടുള്ളത്. സോ എന്തൊരു സ്വാം സൈഡ് ഒരു ചതുപ്പ് നിലത്തിൻ്റെ അടുത്ത് നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ഏർജ്ഡ് അല്ലെങ്കിൽ അഫെക്ഷനിലൂടെ എന്താണ് കൗവിനെ എന്താണ് തലോടിക്കൊണ്ട് വീട്ടിലോട്ട് എന്താണ് ഒരു ട്യൂഗ് ഓഫ് ബേർച്ച് ലീഫ്, ബേർച്ച് എന്ന് പറഞ്ഞ ഒരു ട്രീ ആണ്. സോ അതിൻ്റെ ഒരു ചുള്ളി കമ്പ് കൊണ്ട് എന്താണ് മിസ്ട്രസ് മൂളീനെ എന്താണ് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. The old cow was not inclined to wander further. She even turned in the right direction for once as they left the pastures and stepped along the road at a good pace. അപ്പോൾ ഇനി എന്താണ് മിസ്ട്രസ് മോളിക്കും എന്താണ് ഇപ്പോൾ എന്താണ് ക്ഷീണമായിട്ടുണ്ട് അല്ലെങ്കിൽ മടുത്തിട്ടുണ്ട്. ഇനിയും വാണ്ടർ ഫർദർ, ഒരുപാട് ദൂരം ഇനി പോകാൻ എന്താണ് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സിൽവിയ ഒരു
ട്വിഗ് വെച്ചിട്ട് എന്താണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നേരത്തെ എന്താണ് റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ എന്താണ് പോവാണ് ചെയ്തത്. ഇനി എന്താണ് ഈ വണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ പോകാന്നുള്ളൊരു ലൈൻ എത്തി. She was quite ready to be milked now and seldom stopped to browse. അപ്പോൾ she was quite ready to milk now. ഇപ്പോൾ എന്താണ് മിൽക്ക് ചെയ്യാൻ, അതായത് നമുക്ക് പാല് കറവ് ചെയ്യാൻ അല്ലെങ്കിൽ പാലെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഷി സെൽഡം സ്റ്റോപ്പ് ടു ബ്രൗസ്. സെൽഡം എന്ന് പറയുമ്പോൾ വളരെ വിരളമായിട്ട്, അല്ലെങ്കിൽ നിന്നിട്ടേ ഇല്ല. എന്താണ് ടു ബ്രൗസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ അവരെന്താണ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടാണ് പുല്ലൊക്കെ കഴിക്കാറ്, അതാണ് ബ്രൗസ് എന്ന് പറയുന്നത്. സിൽവിയ വാണ്ടഡ് വാട്ട് ഹെർ ഗ്രാൻഡ് മദർ വുഡ് സേ ബിക്കോസ് ദേ വെയർ സോ ലേറ്റ്. അപ്പോൾ ഇങ്ങനെ സിൽവിയ എന്താണ് പേടിച്ചു, എന്താണ് അവർ ഒരുപാട് നേരം ലേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് പറയും എന്നുള്ളത് പേടിച്ചു നിൽക്കുകയാണ്. It was a great while since she had left home at 5:30, but everybody knew the difficulty of making this errand a short one. അപ്പോൾ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായി. 5:30 എന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞ് ഹാഫ് ആൻ അവർ, അപ്പോൾ 5:30 5:30 അവരെന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 8 ആയെന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇത്രയും സമയമായിട്ടുണ്ട്, പക്ഷേ ആ വീട്ടിലുള്ളവർക്ക്, അതായത് ഗ്രാൻഡ് മദറിന് അറിയാം എന്താണ് ഇങ്ങനെ എന്താണ് കൗവിനെ ഗ്രേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എന്താണ് ഒരു ചെറിയ കാര്യമല്ല. ദിസ് എറാൻഡ് എ ഷോർട്ട് വൺ, ഇതൊരു എന്താണ് ഷോർട്ട് സ്പാനിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിങ്ങിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? grandmother അറിയാം. Mrs. Tilly had chased the horn torment too many summer evenings herself to blame anyone else for lingering, and was only thankful as she waited that she had Sylvia nowadays to give such valuable assistance. അപ്പോൾ മിസ്സസ് ടില്ലി എന്നാണ് ഗ്രാൻഡ് മദറിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് ഈവനിങ്സിൽ എന്താണ് ഈ മിസ്സസ് ടില്ലിക്ക് എന്താണ് ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട്. അതായത് സിൽവി വരുന്നതിന് മുമ്പ് ആരാണ് കൊണ്ടുവരുന്നത്? ഗ്രാൻഡ് മദർ ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ഗ്രാൻഡ് മദറിന് നന്നായിട്ട് അറിയാം മിസ്ട്രസ് മോളീനെ എന്താണ് ഗ്രേസ് ചെയ്യാൻ കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഷീസ് താങ്ക്ഫുൾ. ഇപ്പോൾ എന്താണ് കൂടെ സിൽവിയ ഉള്ളത് എന്താണ് താങ്ക്ഫുൾ ആയിട്ടാണ് പറയുന്നത്. ദ ഗുഡ് വുമൺ സസ്പെക്റ്റഡ് ദാറ്റ് സിൽവിയ ലോയിറ്റഡ് ഒക്കേഷണലി ഓൺ ഹെർ ഓൺ അക്കൗണ്ട്. ദെയർ നെവർ വാസ് സച്ച് എ ചൈൽഡ് ഫോർ സ്ട്രേയിങ് അബൌട്ട് ഔട്ട്ഡോർസ് സിൻസ് ദ വേൾഡ് വാസ് മെയ്ഡ്. അപ്പോൾ ഗ്രാൻഡ് മദറിന് എന്തറിയാം, ഈ സിൽവിയയ്ക്ക് എന്താണ് ഇങ്ങനെ പുറത്ത് എന്താണ് ഒരുപാട് ചുറ്റി കറങ്ങാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്താണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യം ആർക്കറിയാം? മിസ്സസ് ടില്ലിക്ക് അറിയാം. Everybody said that it was a good chance for a little maid who had tried to grow for 8 years in a crowded manufacturing town. But as for Sylvia herself, it seemed as if she never had been alive at all before she came to live at the farm. So everybody said that it was a good change for a little maid who had tried to grow for 8 years in a crowded manufacturing town. അപ്പോൾ ഒരു 8 വർഷത്തോളം എന്താണ് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്, ഒരു അർബൻ ടൗണിലാണ് സിൽവിയ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടാണ്? ഒരു കൺട്രി സൈഡിലോട്ട്, ഒരു വില്ലേജിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് എന്താണ് ഫാം, അല്ലെങ്കിൽ എന്താണ് ഒന്നുകൂടെ അലൈവായിട്ടാണ്, അല്ലെങ്കിൽ ഈ കൺട്രി സൈഡിലോട്ട് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴാണ് ആര് കുറച്ചുകൂടെ എനർജറ്റിക് ആവുന്നത്? Sylvia energetic ആവുന്നത്. She thought often with wistful compassion of a wretched dry geranium that belonged to a town neighbor. She thought often of with wistful compassion. Wistful compassion എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു മടുപ്പോട് കൂടി നമ്മൾ എന്താണ് ഓർക്കാറുണ്ട്. ഓഫ് എ wretched dry geranium that belonged to a ടൗൺ നൈബർ. അപ്പോൾ ടൗണിൽ താമസിക്കുന്ന, അതായത് തൻ്റെ പാരൻസിൻ്റെ കൂടെ എന്താണ് സിൽവിയ ടൗണിൽ താമസിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ എന്താണ് അടുത്തുള്ള നൈബറിൻ്റെ വീട്ടിൽ എന്താണ് ജെറേനിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലവർ. അത് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ജെറേനിയം ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അത് ഓർക്കുകയാണ്. കാരണം പക്ഷേ ഇവിടെ കൺട്രി സൈഡിൽ എന്താണ് ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഒരുപാട് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഷീ ഈസ് ഹാപ്പി ഹിയർ. പക്ഷെ ഇതൊന്നും എവിടെ കാണാനുണ്ടായിരുന്നില്ല, സിറ്റിയിൽ കാണാറുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം എന്തായിരുന്നു ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു.